വേറൊരു വാക്യം വായിക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. But when he saw the multitudes, he was moved with compassion on them. ഈ വാക്ക് പ്രധാനപ്പെട്ട മൂവ്ഡ് വിത്ത് കമ്പാഷൻ. മനസ്സലിവോടുകൂടെ അവനെ മൂവ്ഡ് വിത്ത് കമ്പാഷൻ, മനസ്സലിവോടെ സഞ്ചരിച്ചു, മനസ്സലിവോടെ സഞ്ചരിച്ചു, മനസ്സലിവോടെ ജനത്തെ നോക്കി, മനസ്സലിവോടെ ജനത്തെ തൊട്ടു, മനസ്സലിവോടെ ജനത്തിനു വേണ്ടി അപ്പം വർദ്ധിപ്പിച്ചു, മനസ്സലിവോടെ ജനങ്ങളെ സുഖപ്പെടുത്തി, മനസ്സലിവോടെ ഭൂതങ്ങളെ ദുരാത്മാക്കളെ പുറത്താക്കി, മനസ്സലിവോടെ 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 മനസ്സലിവോടെ. ഇവിടെ യഹോവ പറയാണ്, കനിവ് തോന്നരുത്, കനിവ് തോന്നരുത്. ഈ ഗോത്രീയ ചിന്താഗതി വെച്ചിട്ടുള്ള ആളുകൾ, ആ ആളുകളോടാണ് യേശു വന്നിട്ട് പറയുന്നത്, മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ ഇത്ര നാളുണ്ടായിരുന്ന എന്തല്ലായിരുന്നു? It was not kingdom of God. It was not kingdom of God. It was not kingdom of God. ആണോ? മരുഭൂമിയിൽ യഹോവൻ ടീമും കൂടെ ഇങ്ങനെ നടത്തി വന്ന് അവർ രാജ്യം സ്ഥാപിച്ചു, ജനതകളെ ചിതറിച്ചു, യുദ്ധങ്ങളെ ജയിച്ചു, ശത്രുക്കളെ അടക്കി, ബാശാൻ രാജാവായ ഓഗിനെയും സീഹോനെയും ഒക്കെ വധിച്ചു എന്ന് നമ്മൾ പാടുന്നുണ്ടല്ലോ. പെന്തക്കോസ്തുകാരുടെ പാട്ടുണ്ട്, ശക്തരായ രാജാക്കളാം സീഹോനുമോകും വന്നാൽ ശത്രു നിന്റെ ചെവിക്കുറ്റിക്ക് കുറ്റി ഞാൻ കയറ്റിടുമേയോ ജയത്തിൻ ഘോഷം. എത്ര അബദ്ധ പെന്തക്കോസ്തുകാർ കേക്ക്. സുറിയാനി സഭ എന്നുള്ള മക്കള് പോയി നശിച്ച് നാറാണക്കല്ല് പിടിച്ച് കിടക്കുന്ന എവിടെയാന്ന് നോക്ക്. ഈ യഹോവയാണ് ആരാധിക്കുന്നത് നിങ്ങള്. ശക്തരായ രാജാക്കളാം സീഹോനുമോകും വന്നാൽ ശത്രു നിന്നെ ഭീഷണിയായി. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നു, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ഇനിയെങ്കിലും അവസാനിപ്പിക്കുക ഈ ഗോത്രീയ ദൈവത്തെ ആരാധിക്കുന്ന ഈ രക്ഷസിനെ, ഈ സ്വത്വത്തെ, ഈ ഭീകര സത്വത്തെ. എത്ര ഡേഞ്ചറാണ് നിങ്ങൾ ഓർക്കുക. അപ്പൊ ആ കൽപ്പന എന്താണെന്നറിയാവോ? നിങ്ങൾ മര്യാദയ്ക്ക് ദൈവത്തെ വിളിച്ച്, കർത്താവെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ആണ്ടുബലികളും ആണ്ടിലെ ഉത്സവങ്ങളും ഒക്കെ പങ്കെടുക്കണം. ഇപ്പൊ ഹജ്ജിന് പോകണം, നേർച്ച കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യണേ അങ്ങനെ ചെയ്യണം, പതിവായി പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത് മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരാ. അയ്യോ, പോരാ. ദേശത്ത് യഹോവയുടെ പ്രമാണം മുഴുവൻ നടപ്പിലാക്കേണ്ട ചുമതല ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമാണ്. അവനത് നടപ്പിലാക്കും, അവനത് നടപ്പിലാക്കിയിരിക്കണം. അതിനാണ് ആ സ്ത്രീയെ പിടിച്ചോണ്ട് വന്നത്. എറിഞ്ഞേക്കാന്ന് പറഞ്ഞു. എറിയ മനസ്സിലായോ? നിങ്ങൾക്ക് പിടികിട്ടിയോ? അതായത് ഈ പ്രമാണം ഇരിക്കുമ്പോൾ ഇവൻ അസ്വസ്ഥത. ഇതാ ഈ പെന്തക്കോസ്തുകാരുടെ അസ്വസ്ഥതയുടെ കാരണം. അവരെ പോലെ ആകണം എല്ലാവരും. മറ്റൊരാളെ സഹിക്കാൻ പറ്റത്തില്ല. അവരെ പോലെ എല്ലാവരും ആയിത്തീരുന്നവരെ അവർ അധ്വാനിക്കുകയാണ്, അവർ പ്രവർത്തിക്കുകയാണ്. കാരണം ഇവർക്ക് ഈ എക്സ്ക്ലൂസിവിറ്റിയാണ്. അത് റിലീജിയസ് എക്സ്ക്ലൂസിവിറ്റി, മതമൗലികവാദം. അതെവിടുന്ന് കിട്ടി? യേശുക്രിസ്തു എപ്പോഴേലും പറഞ്ഞു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്, എന്നെ മാത്രമേ നീ ആരാധിക്കാവുള്ളൂ, എന്നെ നീ ആരാധിച്ചിരിക്കും. ഇതൊന്നും യേശു പറഞ്ഞില്ല. ശത്രുവിനെ സ്നേഹിക്കാനാണ്. If you feel so, അങ്ങനെ വല്ല നിനക്ക് തോന്നുന്നെങ്കിൽ നീ അവനെ സ്നേഹിക്കും. ക്രിസ്ത്യാനിറ്റിയുടെ സോളിനെ നശിപ്പിച്ചുകൂടെ. എന്താണ് ജീസസ് പറഞ്ഞത് അത് നശിപ്പിച്ചു കളഞ്ഞ? അതുമായിട്ട് ഒരു ബന്ധവുമില്ല. മറിച്ചിട്ട് യഹോവ അവിടെ അല്പം ഇവിടെ അല്പം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, കുറേശ്ശെ എടുക്കും. ഒരു പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ, ജീസസ് ജനറേഷൻ ഉയർന്നു വരണം. ഒരു ജീസസ് ജനറേഷൻ. യേശു എന്ത് പറഞ്ഞു അതാണല്ലോ ഇപ്പൊ. യേശു പറയും, മാനസാന്തരപ്പെടുവീൻ, ചേഞ്ച്
യുവർ മൈൻഡ്. എന്തുമായിട്ടാ ബന്ധപ്പെട്ട്? ദൈവവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അയ്യോ, അപ്പൊ ഇതുവരെ ഉള്ളതോ? ഞങ്ങൾ ഈ നടത്തിക്കൊണ്ട് വന്ന് നോക്കിയോ? നോ, ദൈവരാജ്യം അല്ലായിരുന്നു. നിങ്ങൾ ഈ കല്ലെറിഞ്ഞ് കൊല്ലുക, തീ വെച്ച് കൊല്ലുക, കഴുത്ത് വെട്ടി കൊല്ലുക. റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. ഈ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് നടപ്പിലാക്കി അല്ല ദൈവത്തിന്റെ മനസ്സലിവ്. അതെന്താണെന്നറിയാമോ? പുനഃസ്ഥാപന നീതിയാണ്. റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്. ഗോഡ് ഈസ് ഫോർ റിസ്റ്റോറേഷൻ, നോട്ട് ഫോർ റിട്രിബ്യൂഷൻ. ഈ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പ്രതികാര നീതിയാണ്. കണ്ണിന് പകരം കണ്ണ്, കാലിന് പകരം കാല്, കൈക്ക് പകരം കൈയ്യ്, കാതിന് പകരം കാത്, ഇങ്ങനെ റിട്രിബ്യൂട്ടീവ് ആണ്. ഞാൻ പല പ്രാവശ്യം ഈ ലൈവിൽ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടി വീണ്ടും വേണം പറയാം. ഒരു കാർ ഇങ്ങനെ ഓടിച്ചൊരാൾ പോകുന്നു. ആ കാർ എന്നൊരു മതിലിടിക്കുന്നു. മതിലിടിഞ്ഞു പോകുന്നു. കാറിന് സാരമായ പരിക്ക് പറ്റുന്നു. ഇയാൾക്കും അല്പമായ പരിക്കുകൾ. പെട്ടെന്ന് പോലീസ് രംഗത്ത് വരുന്ന റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണ്. ഇവനെ അറസ്റ്റ് ചെയ്യുന്നു. കൈ പുറകോട്ടാക്കി വിലങ്ങ് വെച്ച് ഇവനെ കൊണ്ടുപോകുന്നു. ഇവനെ റെക്ലെസ് ഡ്രൈവിങ് 6 മാസം തടവിന് ശിക്ഷിക്കുന്നു. പിഴ ശിക്ഷയുണ്ട്. ഡ്രൈവിങ് 1 വർഷത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നു. എല്ലാവർക്കും സന്തോഷമായി. കൃത്യമായി നീതി നിർവഹണം. മതിലിടിഞ്ഞു പോയതിന്റെ മതിലിടിഞ്ഞു പോയി. കാർ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടു. നന്നാക്കാൻ ആളില്ല. തുരുമ്പ് പിടിച്ചു. ഇവന് 6 മാസത്തേക്ക് ജയിലിലാണ്. ശമ്പളമില്ല. വീട്ടിൽ നാഥനില്ല. വീട്ടിൽ പിള്ളേർ പട്ടിണിയായി. അവരുടെ പഠിത്തം മുടങ്ങി. ആ സ്ത്രീ പല പണിക്കും പോകേണ്ടതായിട്ട് വരുന്നു. ആകെ പ്രശ്നം. പിന്നെ ആ സ്ത്രീയുടെ വീട്ടുകാർ വിവാഹമോചനത്തിന് നിർബന്ധിക്കുന്നു. ഒത്തിരി സ്റ്റോറി നമുക്ക് ഉണ്ടാക്കാം. റിട്രിബ്യൂട്ടീവ്. പക്ഷെ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്, ഈ കാർ ഇടിച്ചു, അത് വന്നിട്ട് ഈ കാറിന് എന്ത് പരിക്ക് സംഭവിച്ചു, ആ കാർ എങ്ങനെ ഫിക്സ് ചെയ്യാം, ആ കാർ എടുത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ട് അത് ഫിക്സ് ചെയ്യാനാക്കുന്നു. ഇവനെ പ്രഥമ ശുശ്രൂഷ കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ടേ ആക്കുന്നു. സാരമില്ല, നമുക്കെല്ലാം ശരിയാക്കാമെന്ന് ധൈര്യപ്പെടുത്തുന്നു. ആ വീട്ടുകാരനെ വിളിച്ചിട്ട് ഈ മതില് പണിയണമെങ്കിൽ എത്ര രൂപയാകും എന്ന് അന്വേഷിക്കുന്നു. 30,000 രൂപ മതില് പണിയാനാകും. അപ്പം മതില് പൂർവ്വസ്ഥിതിയിൽ പൂർവാധികം ഭംഗിയായി പണിത് പെയിന്റ് അടിച്ചു വെക്കാൻ 30,000 രൂപ എസ്റ്റിമേറ്റ് ആകുമെന്ന് വീട്ടുകാരൻ പറഞ്ഞൊരു 40,000 രൂപ വീട്ടുകാരന് കൊടുക്കുന്നു. ആ വീട്ടുകാരന് വരുത്ത് സന്തോഷമാകുന്നു. അവന്റെ മതിൽ അവിടെ പണിയപ്പെടുന്നു. ഇവന്റെ കാറ് നന്നാക്കുന്നു. ഇയാള് പിറ്റേ ദിവസം റെസ്റ്റിന് ശേഷം ജോലിക്ക് തിരിച്ചു പോകുന്നു. അവന്റെ ഫാമിലി നന്നായി പോകുന്നു. റിസ്റ്റോറേഷൻ. ആ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ഉണ്ട്, ഒന്ന് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസും ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ നീതി എന്ന് പറയുമ്പോ ഈ വായിക്കുന്നവന്റെ മനസ്സിലോട്ട് മുഴുവൻ ഈ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണ് കയറി വരുന്നത്. റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. ഇപ്പൊ 1990s ശേഷം അമേരിക്ക ലോകത്തിൽ ഏറ്റവും ശക്തമായിട്ട് ലോ എൻഫോഴ്സ്മെന്റും ലോ ആൻഡ് ഓർഡർ ഒക്കെ നടപ്പാക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ നിയമത്തിലാണ് അമേരിക്ക നിൽക്കുന്നത്. ഇപ്പൊ ഇവര് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിനെ കുറിച്ച് അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നു. അതൊരു പൗരസ്ത്യ ദർശനമാണ്. അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അപ്പൊ ക്രിസ്ത്യാനിറ്റിയാണ്, ക്രിസ്ത്യൻ കൺട്രീസ് ആണെന്ന് പറഞ്ഞിട്ട് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസിലാണ് ഇവർ റൺ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ദൈവത്തിന്റെ യഥാർത്ഥ നീതി എന്ന് പറയുന്നത് നീതിയും സമാധാനവും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. അവ തമ്മിൽ ചുംബിക്കുന്നു. നീതിയും സമാധാനവും തമ്മിൽ ചുംബിക്കുന്നു. അപ്പൊ ജസ്റ്റിസ് ആൻഡ് പീസ് കിസ് ഈച്ച് അതർ. അപ്പൊ നീതിക്കും സമാധാനത്തിനും പരസ്പരം ചുംബിക്കണമെങ്കിൽ ആ നീതി റിസ്റ്റോറേറ്റീവ് ആയേ മതിയാകൂ. റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണെങ്കിൽ ആ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസിന് സമാധാനത്തെ ചുംബിക്കാൻ കഴിയില്ല. എങ്ങനെ സമാധാനം ഉണ്ടാകുന്നേ? അവനകത്ത് കിടക്കുകയാണ്. കാർ വർക്ക്ഷോപ്പിൽ കിടന്ന് തുരുമ്പ് പിടിക്കുകയാണ്. ഇടിഞ്ഞ മതിൽ അങ്ങനെ കിടക്കുകയാണ്. അവൻ അതിനായ പ്രശ്നമുണ്ട്. മതിലിടിഞ്ഞ് കിടക്കുന്ന ഭാഗത്തൂടെയാണ് പെന്തക്കോസ്തുകാർ ട്രാക്റ്റുമായിട്ട് വരുന്നുണ്ട്. ആ പ്രശ്നമാണ്. അതുകൊണ്ട് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ദൈവത്തിൻ്റെതല്ല, റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ആണ് ദൈവത്തിന്റെ ജസ്റ്റിസ്. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ജീവനും അക്ഷയതയും പ്രസംഗിക്കുന്ന ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. വി പ്രീച്ച് ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി ആൻഡ് ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ.